ഹലോ, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം ബേബിയാണ്. എൻ്റെ പ്രഗ്നൻസിയിലെ കുറച്ച് സ്റ്റോറി പറയാൻ നിങ്ങളുടെ വന്നതാണ്. അപ്പം എനിക്ക് 5-ാം മാസത്തിൽ ഉണ്ടായ കുറേ ഡിഫിക്കൽട്ടീസാണ്. എനിക്ക് ഷോർട്ട് സർവീസിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഞാൻ. അപ്പോൾ പിന്നെ ഫുൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും കാര്യങ്ങളും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ യൂട്യൂബിന് സബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ. നമ്മൾ എൻ്റെ പ്രഗ്നൻസിയിലെ കുറച്ച് പ്രഗ്നൻസി ജേർണിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടാതെ ഒരു കുഞ്ഞു സ്റ്റോറി ആയിട്ട് പറയാം കേട്ടോ. എൻ്റെ സെർവിക്സ് ഷോർട്ടേജിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ 2024 ഡിസംബറിലാണ് ഞാൻ കൺസീവ് ആവുന്നത്. അപ്പോൾ നമ്മൾ ജനുവരിയിൽ ഒരു 2-ാം തീയതി ആയപ്പോഴാണ് നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് പോസിറ്റീവായിട്ട് കണ്ടു. നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ തിരുവല്ല ബിലിവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ തുടക്കം മുതലേ അവിടെയാണ്. തുടക്കം മുതലേ എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ് 2023 അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം തന്നെ ഞാൻ ജോലിക്ക് പോയി. ജോലി ഞാൻ ദുബായിലായിരുന്നു. അപ്പം ഹസ്ബൻഡ് നാട്ടിലായിരുന്നു. അപ്പം നമ്മളങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ ആയിരുന്നു. ശേഷം 1 ഇയർ കഴിഞ്ഞ് നാട്ടിൽ വന്നു. പിന്നെ നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും നമുക്ക് ആ ഒരു അവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളും ഓവുലേഷൻ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ഡോക്ടറിനെ പോയി കാണുമായിരുന്നു കൺസീവ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഓവുലേഷൻ അത് വേറൊരു സ്റ്റോറിയാണ് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പം ഞാൻ പറയാൻ വരുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എൻ്റെ സെർവിക്സ് ഷോർട്ടേജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജനുവരിയിലാണ് അതായത് ഡിസംബറിലാണ് കൺസീവ്. ജനുവരി നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ ചേച്ചി, അതായത് നാത്തൂൻ, ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെല്ലാ കാര്യത്തിനും തുടക്കം മുതൽ നമ്മൾ അവിടെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ബിലിവേഴ്സിൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി HCG ടെസ്റ്റുകളും ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രഗ്നൻ്റ് ആണെന്ന്, പോസിറ്റീവാണെന്ന് നമ്മൾക്ക് കൺഫേം ചെയ്തു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. വോമിറ്റിംഗ് ആകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എനിക്ക് തുടക്കത്തിൽ എനിക്ക് കാലിന്, അതായത് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഡിസംബറിൽ എനിക്ക് കാലിന് ഭയങ്കര, നമ്മൾ കട്ട് കഴിക്കുന്ന പോലത്തെ ഭയങ്കര ഒരു വേദനയായിരുന്നു. ഒരിക്കലും നമുക്ക് തോന്നാത്തൊരു ഫീലിങ്സ് അങ്ങനത്തെ. പിന്നെ എനിക്ക് പുളിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. പുളി മാങ്ങ കഴിക്കാനായിട്ട്. അന്ന് കണ്ണിമാങ്ങയുടെ സീസണാണ് കേട്ടോ. ഞങ്ങളുടെ മുറ്റത്ത് നല്ല മാവുണ്ട്. അപ്പോൾ ഞാൻ മുറ്റത്ത് ഉപ്പും കൊണ്ട് പോയിരുന്ന് ഞാൻ അങ്ങനെ കഴിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് യാതൊരു തരം ആവും എന്നൊരു പ്രതീക്ഷയേ ഇല്ലായിരുന്നു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് ആയതാണ് കേട്ടോ. എന്നാലും ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്തും നമ്മൾ ഫോളിക് ആസിഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യത്തെ 2 മാസമൊക്കെ ഡോക്ടർ നമുക്ക് HCG ഇഞ്ചക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് സക്സസ് ആയില്ല. അപ്പോൾ ആ ഒരു ഡിസംബർ മാസത്തിലാകും എന്നൊരു യാതൊരു തരത്തിലുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ സർപ്രൈസായിട്ട് നമ്മൾക്കായി. അങ്ങനെ പിന്നെ നമുക്ക് ചിക്കൻ കഴിക്കാൻ മാത്രം പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരു അരോചകം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേറെ ഫുഡുകളും കാര്യങ്ങളും ഒക്കെ കഴിക്കാം. മധുരത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ എന്നാലും മധുരം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ പ്രഗ്നൻസി അങ്ങനെ പോയി. ഏപ്രിൽ 22 എൻ്റെ അനോമലി സ്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്കെല്ലാവർക്കും അനോമലി സ്കാൻ 5-ാം മാസം ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഏപ്രിൽ 22 ഈ അനോമലി സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അനോമലി സ്കാന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു പനി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ചുമയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയോ എനിക്ക് ചുമ പിടിവിട്ടു. സാധാരണ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തിരി ആൾ കൂടുന്നിടത്തൊന്നും പോയി പനിയോ ചുമയോ അങ്ങനെ നമ്മളങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസ് വന്നിട്ടൊന്നും നമ്മൾ പോയില്ല. അതൊക്കെ അവോയ്ഡ് ചെയ്ത് വിട്ടിരുന്നു.
എന്നാലും എവിടുന്നോ പിടിച്ചു എന്ന് പറയുന്ന അതിൻ്റെ കഷ്ടകാലത്തിൽ പിടിച്ചു എന്നും പറയാം. അന്ന് രാത്രി പാവൂട്ടാതുള്ള ചുമയും പനിയും. അപ്പോൾ നമുക്ക് ടാബ്ലറ്റ് ഒന്നും എടുക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. ഡോക്ടർ ഡോളോ മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് പനിക്ക്. പക്ഷെ പനി അധികം നീണ്ടു നിന്നില്ലെങ്കിൽ ചുമ വല്ലാണ്ട് ഒരു മാസത്തോളം അങ്ങ് വല്ലാണ്ട് രാത്രിയിൽ പാവൂട്ടാതെ ചുമയ്ക്കും. അങ്ങനെ നമ്മുടെ യൂട്രസ് വയറിങ്ങനെ ഇടിഞ്ഞ പോലെ. അപ്പം ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നപ്പം അമ്മ ഇതുപോലെ ചോദിച്ചു, വയറ് വല്ലാണ്ട് ചുങ്ങിയതുപോലെ, അത് വല്ലാതെ കുറഞ്ഞതുപോലെ തോന്നുന്നു. അതുപോലെ തന്നെ വയറിങ്ങനെ എൻ്റെ മുകളിലേക്കാണ് കയറിയിരിക്കാറ്. അപ്പോൾ താഴേക്ക് ഇടിഞ്ഞതുപോലെ അവർക്ക് ഫീൽ ചെയ്തു. പക്ഷെ അപ്പോഴും എനിക്കൊരു ചുമയുടെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത്ര കാര്യമാക്കിയില്ല. പിന്നെ അതുപോലെ തന്നെ എന്നാലും നമുക്ക് ഡബിൾ മാർക്കർ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഈ സെർവിക്സ് ലെങ്ത് അങ്ങനെ എപ്പോഴും നമ്മൾ നോക്കുന്നില്ലല്ലോ, സ്കാൻ ചെയ്ത് നോക്കുന്നില്ല. അപ്പം ഡോക്ടർ എനിക്ക് സ്റ്റാർട്ടിങ്ങിലെ തുടക്കത്തിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെർവിക്സിൻ്റെ ലെങ്ത്ത് ഇപ്പം എത്ര സെൻറ്റിമീറ്റർ വേണം, പരാപരമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ടാബ്ലറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊജസ്ട്രോൺ ടാബ്ലറ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പോൾ ഈ പനി വന്നപ്പോഴത്തേന് ആകെ ക്ഷീണമായിട്ട് ആ ഗുളിക ഞാൻ കുറച്ച് ദിവസത്തേനത് മിസ്സാക്കി കളഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് ഈ സെർവിക്സ് ഷോർട്ടേജ് സംഭവിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ അനോമലി ടെസ്റ്റ് അപ്പം അങ്ങനെ ടാബ്ലറ്റ് കഴിച്ച് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പം ഡോക്ടർ പ്രത്യേകം വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുറ്റം തൂക്കരുത്, കുനിഞ്ഞ് മുറ്റടിക്കുക, അങ്ങനത്തെ. എന്നാലും വീട്ടിൽ പണികളൊക്കെ ചെയ്യാം, പക്ഷേ എന്നാലും വെയിറ്റുള്ള സാധനങ്ങൾ പൊക്കല്. കാരണം ഈ ലെങ്ത്ത് കുറവായതുകൊണ്ടും ഒക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5-ാം മാസം അനോമലി സ്കാനിന് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നു. നമ്മൾ സ്കാനിങ് കംപ്ലീറ്റ് ആയില്ല. സ്കാനിങ്ങിനകത്ത് കുഞ്ഞനങ്ങി തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരണമല്ലോ നമ്മൾ സ്കാനിനകത്ത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരു ഇടത് കൈ മാത്രം കിട്ടുന്നില്ല. കൈ എവിടെയോ അവളിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് കിട്ടുന്നില്ല. അപ്പോൾ സെർവിക്സിൻ്റെ ലെങ്ത്ത് നോക്കിയപ്പോൾ 1.7 അതായത് വളരെ തീരെ കുറഞ്ഞ് ഓൾറെഡി ആ ഒരു ഭാഗം ഓപ്പണായി കുഞ്ഞ് വെളിയിലേക്ക് വരാൻ റെഡി ആയിരിക്കുകയാണ്. ഇത് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പെട്ടെന്ന് ഷോക്കായിട്ട് നമ്മളോട് പറഞ്ഞു, നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ മെഡിക്കൽ ഫീൽഡല്ല. പിന്നെ നമ്മുടെ ചേച്ചിയോടും പെട്ടെന്ന് ഡോക്ടർ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, യാതൊരു കാരണവശാലും എനിക്ക് ഈ പേഷ്യൻറ്റിനെ നമുക്ക് വീട്ടിലോട്ട് ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് കട്ടറും കാര്യങ്ങളും വീണ്ടും കുലുങ്ങി നമ്മൾ യൂട്രസ് താഴേക്ക് വന്നിട്ട് ഡെലിവറിക്ക് റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇനിയും കൊണ്ടുപോകാൻ പറ്റില്ല. ഡയറക്റ്റ് അപ്പം തന്നെ വീൽ ചെയർ എടുക്കുന്നു. അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനായിട്ട് റെഡിയായി. ആകെ കൂടെ ടെൻഷൻ. കാരണം ഡോക്ടറിന് ടെൻഷൻ. 1.7 നിൽക്കുക. നമുക്ക് അവിടെ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റിച്ചിടാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. കാരണം 5-ാം മാസമാണ്. 5-ാം മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇച്ചിരിയേ ഉള്ളൂ. ഒരു 6-7 മാസം അല്ലെങ്കിൽ 8-ാം മാസമൊക്കെ ആണെങ്കിൽ കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ വെക്കുമോ, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ആകെ കൂടെ എല്ലാവരും ടെൻഷനും. വീട്ടിൽ ഡോക്ടറിന് ടെൻഷൻ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലൂയിഡിനകത്താണ്, അബ്നോട്ടിക് ഫ്ലൂയിഡിനകത്താണ് ഈ കുഞ്ഞ് കിടക്കുന്നത്. അപ്പം ഈ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഈ നീഡിൽ കൊണ്ട ഫ്ലൂയിഡിലെങ്ങാണ്, കാരണം അത്രയും യൂട്രസിനോട് അടുത്തായി സെർവിക്സിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അത് ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡിലെങ്ങാനും കൊണ്ട് പൊട്ടി ഫ്ലൂയിഡ് പൊട്ടിപ്പോയാൽ കുഞ്ഞ് വെളിയിൽ വരും. പിന്നെ യാതൊരു രക്ഷയില്ല. നമ്മൾ ഒരുപാട് കാത്തിരുന്ന് കിട്ടിയൊരു കുഞ്ഞുമാണ് നമുക്ക്. എല്ലാവരുടെയും പ്രാർത്ഥന, സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയെന്ന് എനിക്കിപ്പോഴും പറയാൻ എനിക്ക് വാക്കുകളുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം നമുക്ക് ഒരുപാട് അമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണം. ഡോക്ടർ പറയുന്ന പോലെ തന്നെ ചെയ്യുക. അതുപോലെ ഞാൻ 5-ാം മാസം വരെ വീട്ടിലെല്ലാ പണികളും ചെയ്യും. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മിറ്റം തൂക്കാനോ അങ്ങനത്തെ കാര്യത്തിനൊന്നും ഞാൻ പോകാറില്ലായിരുന്നു. പക്ഷേ വീട്ടിലെ എല്ലാ പണികളും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഡോക്ടർ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കിയപ്പോൾ നമ്മൾ കിടക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ബെഡിൽ കട്ട വെച്ച് ഇങ്ങനെ ബെഡിൻ്റെ കാൽഭാഗത്തിൽ അവിടെ ഇങ്ങനെ പൊക്കിയിട്ട് നമ്മുടെ വയറിൻ്റെ അവിടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ തല കുത്തിയാണ് നമ്മൾ കിടക്കേണ്ടത്. അപ്പോൾ ഈ വയർ ഇങ്ങനെ കീഴേക്ക് വരും. നമ്മൾ ഫുഡ് കഴിക്കുന്ന മുഴുവൻ നമ്മുടെ തൊണ്ടയിൽ വന്നിരിക്കുകയാണ് കഴിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും ഒരടി പോലും നടക്കരുത്, കാരണം വയർ അത്രയും ഇടിഞ്ഞ് താഴെ നിൽക്കുകയാണ്. ബാത്റൂമിൽ പോകാൻ അങ്ങനെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് പോകണമെങ്കിൽ വീൽ ചെയർ കൊണ്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു കാരണം ഫുഡ് കഴിക്കാൻ ഒരു 5 മിനിറ്റ് പോലും ഇരിക്കരുത്. പെട്ടെന്ന് ഫുഡ് കഴിച്ച് ആ ഇരിക്കുന്ന ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ കൈ കഴുകുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ വല്ലാത്തൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയത്. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അങ്ങനെ ഒരുപാട് സങ്കടത്തിലൂടെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ കിടക്ക്, സ്റ്റിച്ച് ഇടാനും പറ്റത്തില്ല, സ്റ്റിച്ച് ഇട്ടാൽ ഇത് പോകുമോ എന്നുള്ള ടെൻഷനാണ്, ഫ്ലൂയിഡ് പൊട്ടുപോകുന്നു, സ്റ്റിച്ച് ഇട്ടില്ലെങ്കിൽ ഇത് ഒന്നും നടന്നു കഴിഞ്ഞാൽ പോകുമോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ ഡോക്ടർ പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ നമുക്കൊന്നുകൊണ്ട് നമുക്ക് എപ്പോഴും സ്കാൻ ചെയ്യാനും അവർക്ക് പേടിയാണ്, കാരണം ഈ ലെങ്ത് ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ 2nd ഡേയിൽ നമുക്ക് ഇത് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു കാലിങ്ങനെ മുകളിലേക്ക് വെച്ച് വയറിങ്ങനെ ബാക്കിലേക്കാക്കി ആ ഒരു കിടപ്പ് 2 ദിവസം ഞാൻ ഫുഡ് ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിച്ചു. അങ്ങനെ കിടന്നു. എൻ്റെ അമ്മയായിരുന്നു കൂടെ, ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ നിന്നും. അങ്ങനെ കെയർ ചെയ്ത് യൂറിൻ പാസ് ചെയ്യാൻ അങ്ങനെ അത്രയ്ക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാഷ്റൂമിൽ പോവുക. അതുപോലെ തന്നെ 2 ദിവസം അങ്ങനെ കുളിക്കാനൊന്നും പോയൊന്നുമില്ല, ജസ്റ്റ് കാലും കൈയൊക്കെ ഒരു 1 ടൈം നമ്മൾ പോകുന്ന സമയത്ത് ജസ്റ്റ് കുളിച്ചു, അതും കസാര ഇട്ടിരുന്ന് ഒക്കെ കുളിച്ച്. അത്രയും നടക്കാമെന്ന് പറഞ്ഞാൽ വളരെ ഇങ്ങനെ ഈ എന്താ പറയുന്നത്, ഈ ചെറുതായിട്ട് കുഞ്ഞു പിള്ളേർ നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അത് വയറിൽ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഈ 2 ദിവസം അങ്ങനെ കിടന്ന് സ്കാൻ ചെയ്ത് നോക്കി. ഈ 1.7 ആ ഒരു ഭാഗം നമ്മൾ ഡെലിവറിക്കായിട്ട് റെഡി ആകുമ്പോൾ അവിടെ ഓപ്പൺ ആകുമല്ലോ, ആ ഒരു ഭാഗം ക്ലോസായി. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടവിടെ ക്ലോസായി. അങ്ങനെ കിടന്നത് കൊണ്ട് ക്ലോസായി. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ക്ലോസ് ആയതുകൊണ്ട് ഡോക്ടറിന് ഒരു ഹോപ്പ് ഉണ്ടായി. അപ്പോൾ ഇതുപോലെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെങ്ത്ത് കൂട്ടിക്കൊണ്ടുവരാമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാൽ സ്റ്റിച്ച് ഇടുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്. സർക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് അതിന് നീഡിൽ കൊണ്ട് ഫ്ലൂയിഡ് പൊട്ടിയാൽ കഴിഞ്ഞു. ഡോക്ടർമാർക്ക് തന്നെ റിസ്ക്കി കാര്യമാണ്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ഇടുന്നത് നമുക്കും അതൊരു വേദനയും എന്താ പറയുന്നത്, എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവിടെ കിടന്നിട്ട് ഒരാഴ്ച അവിടെ ആ ഒരു കിടപ്പ് ഞാൻ അവിടെ കിടന്നു. അത് നമ്മൾ കഴിക്കുന്നതെല്ലാം നമ്മുടെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ബാക്കിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കുക. 1 സെക്കൻഡ് പോലും ഇരിക്കാൻ സമ്മതിക്കത്തില്ല, പറ്റില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വേറെ പ്രശ്നങ്ങളൊന്നും, സർവീക്സിന് ലെങ്ത്ത് ഒരു 1.7 1.8 1 വീക്ക് കൊണ്ട് അങ്ങനെ വന്നു. അതിനുശേഷം വീട്ടിൽ ചെന്നാൽ ഈ ഇതുപോലെ തന്നെ ഒരു മാറ്റമില്ല. ഈ 9 മാസം ഞാൻ ഈ ഒരു ബെഡിൽ തന്നെ ബെഡ് റെസ്റ്റായിട്ട് വീട്ടിലായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ഡിസ്ചാർജായി പോകുമ്പോഴും ഇങ്ങനെ കാറിൻ്റെ സീറ്റ് ബാക്കിലേക്ക് വെച്ച് പില്ലോ വെച്ച് ഇങ്ങനെ നേരെ കിടന്നാണ് പോകുന്നത്. അതും കട്ടറൊക്കെ വളരെ പതുക്കെയാണ് പോകുന്നത്. അങ്ങനെ പോയി വീട്ടിൽ ചെന്നു. നമ്മുടെ ഇഷ്ടിക കട്ടയുണ്ടല്ലോ, വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇഷ്ടികയുടെ കട്ടയുണ്ടല്ലോ, അത് വെച്ച് 2 കട്ട വെച്ച് ഇങ്ങനെ പൊക്കി, കാൽഭാഗം പൊക്കി അങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെ 9 മാസവും 7 ദിവസവുമായിരുന്നു. എൻ്റെ 8ാമത്തെ ദിവസമാണ് ഞാൻ ഡെലിവറി എനിക്കായത്. അപ്പോൾ 8ാമത്തെ മാസമൊക്കെ കഴിഞ്ഞ് 9ാമത്തെ മാസം ആയപ്പോൾ ഡോക്ടർ 8ാമത്തെ മാസം ആയപ്പോൾ പറഞ്ഞു 1 കട്ട മാറ്റി, 2 കട്ടയിലാണ് കിടന്ന് 1 കട്ട മാറ്റി, പിന്നെ 1 കട്ടയിലാക്കിക്കോളാൻ പറഞ്ഞു. 9ാമത്തെ മാസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു പെരിയെ നടന്നോളാൻ പറഞ്ഞു. പക്ഷേ ഇതിനകത്തൊരു വലിയൊരു മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു 8ാമത്തെ മാസമായി ചെന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വരണ്ട, കാരണം നമ്മുടെ റോഡും കാര്യമാണ്. അപ്പോൾ ഇത്രയും കംപ്ലീറ്റ് റെസ്റ്റ് ആയതുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ മാത്രം വന്നെല്ലാം ടെസ്റ്റും ചെയ്തിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അതുപോലെ തന്നെ വീക്കിലി എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു.
പിന്നെ വേറെ എക്സസൈസുകളൊന്നുമില്ല, ഫുഡ് കഴിക്കി കിടക്കുക. അപ്പോൾ ഷുഗറിൻ്റെ കുറച്ച് വേരിയേഷൻ വന്നു ആ സമയത്ത്. BP ഇതെല്ലാം എല്ലാ ആഴ്ചയിലും ഷുഗർ ടെസ്റ്റ് ചെയ്യണം, BP ടെസ്റ്റ് ചെയ്യണം, ഡോക്ടറിന് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ വീക്ക്ലി ഇഞ്ചെക്ഷൻ ഉണ്ട് നമ്മുടെ യൂട്രസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. പ്രൊലൂട്ടൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചെക്ഷനാണ്, അതും വീക്ക്ലി ഉണ്ട്. നമ്മുടെ റിലേറ്റീവൊക്കെ നേഴ്സസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർ വീട്ടിൽ വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുക്കുമായിരുന്നു. അമ്മയുടെ അനിയത്തി ഒക്കെ അപ്പോൾ വീട്ടിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റോടാണ് കടന്നു പോയത്. ഒരു രീതിയിലും ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഒക്കെ മാത്രമേ എഴുന്നേക്കാറുള്ളൂ. ഫുൾ ടൈം ബെഡിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊരു വലിയൊരു ഒരു മെമ്മറി അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അമ്മമാർക്കുണ്ടെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യം. വെറുതെ ടെൻഷൻ അടിച്ച് നമ്മുടെ വയറ്റിൽ കിടന്ന് വാവയ്ക്കും ഒക്കെ ഒരുപാട് അങ്ങനെ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഡോക്ടേഴ്സ് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് അതുപോലെ റെസ്റ്റ് ചെയ്യുക, പറയുന്ന ടാബ്ലറ്റുകൾ അതുപോലെ കഴിക്കുക, ഒന്നും മിസ്സാക്കരുത്. സെർവിക് ഷോർട്ടേജ് ഉള്ളവരെ ഇതുപോലെ തന്നെ കംപ്ലീറ്റ് കിടക്കുക. ഇതിനകത്ത് വന്നൊരു മിറാക്കിൾ, അത് ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയി, സോറി. ഇതിനകത്ത് വന്നൊരു മിറാക്കിൾ 1.7 കിടന്ന എൻ്റെ സെർവിക്സ് 2.7 വന്നു. അത് ഡോക്ടർ പറഞ്ഞത് ഒരുപാട് പേരെ ഇതുപോലത്തെ ഇതിന് വിട്ടാലും മാക്സിമം പോയാൽ 2, കാരണം എല്ലാവരും അതുപോലെ ഒന്നും കിടക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ എൻ്റെ കേസിൽ അത്രയും കൂടിയെന്ന് പറഞ്ഞ് നമ്മൾ അത്രയും കെയർ ചെയ്തത് കൊണ്ടും വീട്ടിലാണെങ്കിലും അത്രയും സപ്പോർട്ടുള്ളത് കൊണ്ടും ഒക്കെയാണ് നമ്മളങ്ങനെ ചെയ്ത്. ഞാനപ്പം എൻ്റെ വീട്ടിലേക്ക് പോയിരുന്ന ആ സമയത്ത് അപ്പം നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഹസ്ബൻഡും എല്ലാവരും ഉണ്ടെങ്കിലേ നമുക്കത് പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ആ ഒരു കിടപ്പിൽ അങ്ങനെ കിടന്ന് നമുക്കും നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല, നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഒരു ജയിലിലിട്ടേക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ആ ഒരു 9 മാസം വരെ കിടന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. അതുപോലെ തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാ അമ്മമാരും പുതുതായിട്ട് അമ്മമാർക്ക് ഇപ്പം ഒരുപാട് പേർക്ക് ഇങ്ങനെ സെർവിക് ഷോർട്ടേജുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ലെങ്ത്ത് കുറവുള്ളവരൊക്കെ ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊന്നും ടെൻഷൻ അടിക്കുകയും വേണ്ട. ടാബ്ലറ്റുകൾ കഴിക്കുക, അതുപോലെ തന്നെ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ അഡ്മിറ്റായി. എനിക്ക് അതുവരെ ഈ 9 മന്ത് വരെ എനിക്ക് PV ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് അഡ്മിറ്റ് ആകാൻ ചെല്ലുന്നതിൻ്റെ നമുക്ക് PV ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 9 months 7 days ആയപ്പോൾ നമ്മൾ പോയി അഡ്മിറ്റ് ആകുന്നതിൻ്റെ അന്ന് PV ചെയ്തു. ഫുൾ പെയിൻ ആൻഡ് ബ്ലീഡിങ് വന്നു. പിന്നെ അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓൾറെഡി റെഡിയാണ് ഡെലിവറിക്കായിട്ട്. അപ്പോൾ കുറച്ച് ചിലപ്പം 2 ദിവസത്തിനുള്ളിൽ പെയിൻ വരുമായിരിക്കും. പക്ഷേ എനിക്ക് പെയിനും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിങ്ങനെ വേരിയേഷൻസ് കാണിച്ചിരുന്നു നമ്മുടെ ഹാർട്ട് ബീറ്റിനകത്ത്. ഇങ്ങനെ നോക്കിയ സമയത്തൊന്ന് വേരിയേഷൻ കാണിച്ചു. അങ്ങനെ എന്നെ പെട്ടെന്ന് കയറ്റി. ഇനിയും ബേബി മെക്കോണിയം വല്ലതും പാസ് ചെയ്താണോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്ലൂയിഡ് പൊട്ടിച്ചു വിട്ടു. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അത് പക്ഷേ എന്നെ രാവിലെ 8:45 കയറ്റി. പെയിൻ വന്ന് അങ്ങനെ ലാസ്റ്റ് 3:53 ഞാൻ ഓഗസ്റ്റിലാണ് എൻ്റെ ഡെലിവറി. 3:53 ഡെലിവറി. രാവിലെ 8:45 എന്നെ കയറ്റിയതാണ്. അത് 3:53 വരെ ഭയങ്കര പെയിനായിരുന്നു. അങ്ങനെ പെയിൻ കൂട്ടി തന്ന് ഒന്നും പറയണ്ട, എനിക്ക് പറയാൻ വാക്കുകളില്ല. അതൊരു വലിയ അതിൻ്റെ ഷോർട്സ് വേണമെങ്കിൽ ഞാനിതിൽ കാണിക്കും. എൻ്റെ ഡെലിവറിയുടെ ഷോർട്സ് ഞാൻ ഇതിൽ കാണിക്കാം, വീഡിയോയിൽ ചെറിയൊരു ക്ലിപ്പ്. അങ്ങനെ അതാണ് എൻ്റെ അങ്ങനെ കുഞ്ഞുണ്ടായി. പക്ഷെ എപ്പിസോഡുമേ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ പുതിയ വീഡിയോകളുടെ കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഇടുമ്പോഴാണല്ലോ നമുക്കത് കാണാനും അവരുടെ സ്റ്റോറീസ് അറിയാനും ഒക്കെ. ഒരുപാട് പുതിയ മോമീസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാനും ഒരുപാട് യൂട്യൂബ് വീഡിയോകളൊക്കെ ഇങ്ങനെ കണ്ടാണ് എൻ്റെ ഡെലിവറി സമയത്ത് ഈ വീഡിയോ കാണലേ ഉള്ളായിരുന്നു സ്ഥിരമായിട്ട്.
അപ്പോൾ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരാം. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. പുതിയ ചാനലാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.